അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് തെളിവ് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇപ്പോൾ പറയുന്നത്. ഡോർ ക്ലോസ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുകയാണേ. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ അർജൻറ്റായിട്ട് ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ഒന്ന് പുറത്തേക്ക് പോകണം, ഒരു ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇന്നലെ ഞാനൊരു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് നന്ദിയുള്ള ആൾക്കാരുമുണ്ട്, ഒട്ടും നന്ദിയില്ലാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് എനിക്ക് പറയാനുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും വലിയ താങ്ക്സ് ഉണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത ആ ഒരു കോൾ റെക്കോർഡ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളത് ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഞാനിപ്പോൾ ആരെയാണ് വിളിക്കുന്നതെന്നറിയാം. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. സിലു ആണ്. സിലു. പിന്നെ അക്കൗണ്ടിൽ പൈസ കയറിയത് അറിഞ്ഞോ? ആ, നമ്മുടെ സന്തോഷായ? സമാധാനത്തിൽ ഇൻഷാല്ലാ നിങ്ങളുടെ ആ ഒരു ദുആ ഉണ്ടായാൽ മതി എനിക്ക്. ഇനി സമാധാനത്തിലിരിക്കും നിങ്ങള്, ബാക്കിയൊക്കെ പഠിച്ചോ നോക്കും. നിങ്ങളുടെ എത്രയും കാലത്ത് ആ കരച്ചിലിനും നിങ്ങളുടെ ക്ഷമയ്ക്കും പഠിച്ചോ തന്നതാണ്. ഇനി അവൻ്റെ ആരോഗ്യത്തോടെ റബ്ബ് നിങ്ങൾക്ക് തിരിച്ചു തരും. സമാധാനത്തിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ആ സഹായിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഒരുപാട് പേര് 10 രൂപ വെച്ചിട്ട് ആൾക്കാരുണ്ട്, 30 രൂപ വെച്ചിട്ട് ആൾക്കാരുണ്ട്. ഏറ്റവും അതായത് അവരുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ വെറും 30 ഉണ്ടായിരുന്നുള്ളൂ, അതിട്ടിട്ട് എനിക്ക് കാണിച്ചു തന്ന ആൾക്കാരുണ്ട്. പിന്നെ സക്കാത്ത് പൈസ ഇട്ട ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങളെ ഏതൊക്കെ വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാ വിധത്തിലും മാക്സിമം നമ്മുടെ കേരളത്തിലുള്ള ഓരോരുത്തരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഉമ്മ നന്ദി പറയുന്നത് ഞാൻ വീഡിയോയിൽ പറയും. പിന്നെ ഇപ്പം എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ കാനറ ബാങ്കിൽ ഏകദേശം 30 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണിച്ച അക്കൗണ്ടിൽ ഒന്നിൽ 1.5 ലക്ഷത്തോളം, പിന്നെ ഒന്നിൽ 70,000, പിന്നെ ഒന്നിൽ 20, പിന്നെ ഒന്നിൽ അങ്ങനെ കുറച്ചായിട്ടുള്ള ഒരു 10 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നെ ഉള്ളത് വന്നിട്ട് ഇതൊക്കെ അഫ്സീന എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചെന്നാണ് എനിക്ക് അറിഞ്ഞത്. പിന്നെ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്, അതിൽ 22 ലക്ഷം രൂപ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാനറ ബാങ്കിൽ 30 കൂടെ കണക്കാക്കുമ്പോൾ നമുക്കൊരു 52 ലക്ഷം രൂപ കണക്കാക്കാം. പക്ഷെ അതിൻ്റെ കൂടുതലേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും പോയിട്ടിരിക്കണ്ടല്ലോ. അപ്പോൾ നല്ല രീതിക്ക് ഇനി തുടർ ചികിത്സയും നടക്കട്ടെ. പക്ഷെ എല്ലാവരും നമുക്ക് സഹായിക്കാനും ചെയ്യാനും അതേപോലെ വീട് നടക്കുമ്പോ ഉയർത്തിപ്പിടിക്കാനും ആൾക്കാർ വന്നല്ലോ. അതെ 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 സന്തോഷമുണ്ട്. അതെ 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 അവർക്ക് റബ്ബ് അർഹമായിട്ടുള്ള പ്രതിഫലം എല്ലാ രീതിയിലും കൊടുക്കട്ടെ. കാരണം ഇത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് അവർ നമുക്ക് തന്നത്. എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അതെ അതെ. അപ്പോൾ ഉമ്മയുടെ സമ്മതത്തോടു കൂടി ഞാൻ വീഡിയോ പറയാൻ പോവാണ്. ഇങ്ങനെ ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്, ഇനി ആരും ഇതിൻ്റെ പേരിൽ പൈസ ഇടണ്ടെന്നുള്ളത് ഇല്ല. നമ്മൾ അതിൽ പറയും, വേറൊരു വീഡിയോ ഞാനിപ്പോൾ ഇടുന്നുണ്ട്, ഇങ്ങനെയാണ് സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും.
അപ്പോൾ ഓക്കെ, ശരി മോനെ, സമാധാനത്തിലിരിക്കും. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഇൻഷാല്ല നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. എനിക്ക് എന്റെ മോനെ എനിക്ക് നേരിട്ട് കാണണം. ഇൻഷാല്ല, ശരി ശരി, ഓക്കെ ഓക്കെ. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ മക്കൾക്കും മക്കൾക്കും എനിക്കും എല്ലാവർക്കും പടച്ച് ഹൈറാക്കി തരട്ടെ, നല്ല ജീവിതം തരട്ടെ. ആമീൻ 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 ആമീൻ. സമാധാനത്തോടെയുള്ള ജീവിതം കിട്ടാൻ പ്രാർത്ഥിക്കും. നല്ലൊരു ഉമ്മയാണ്, പാവമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ മുൻപോട്ട് പോയ ഒരു ഉമ്മയാണ്. അവരെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇതുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയുക പറഞ്ഞത് നമ്മുടെയും കൂടെ ഒരു ഭാഗ്യമാണ്. കാരണം അവർ കണ്ണീരോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയിൽ പടച്ചോൻ തീർച്ചയായിട്ടും നമ്മളെയും കൂടെ പരിഗണിക്കും. ഇപ്പോൾ സംഭവം നമ്മൾ അഫ്സലിൻ്റെ ആ ഒരു ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് അത്രയും റിസ്ക് എടുത്ത് ചെയ്തൊരു കാര്യമായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും തടസ്സങ്ങൾ. ഫസ്റ്റ് ഒരു വീഡിയോ ഇടുന്നു, ആ വീഡിയോയിൽ കാണിച്ച അക്കൗണ്ട് ആദ്യം തന്നെ വേറെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഷൂട്ടിനും കാര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ആ ഒരു ഷൂട്ട് പോലും നടന്നത്. എനിക്ക് പുറത്ത് തുറന്ന് പറയാനായിട്ട് പറ്റൂല. പിന്നെ അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ അതിന് അപ്രൂവൽ കിട്ടാനും കുറച്ച് ടൈമായി. പിന്നെ അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് പൈസ വരുമ്പോഴേക്കും ഇവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നു. പിന്നെ വീണ്ടും ഞാൻ വേറെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ അക്കൗണ്ടും ബ്ലോക്ക് ആവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എത്ര ബുദ്ധിമുട്ടാണെന്ന്. പിന്നെ അതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തൊരു 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലും FBയിലും യൂട്യൂബിലും റീലായിട്ട് പുതിയ അക്കൗണ്ട് എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. അൽഹംദുലില്ലാ ഒരു ദിവസം കൊണ്ട് അത്രയും ബുദ്ധിമുട്ടേന് റബ്ബ് എനിക്ക് ആ ഒരു റിസൾട്ട് കാണിച്ചു തന്നു. ഇത് നിങ്ങൾ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ട് വരുന്നൊരു സംഭവമല്ല. നമ്മളിതിൻ്റെ പുറകെ നടക്കണം, എഡിറ്റ് ചെയ്ത് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ ഓരോരുത്തരും നമ്മളെ മെസ്സേജ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കും, അതിനുള്ള റിപ്ലൈസ് കൊടുക്കണം. അവർക്ക് തൃപ്തിയാവണം. 10 രൂപ ഇടുന്ന ആൾ നമ്മൾ സംസാരിക്കുമ്പോൾ 1000 രൂപ ഇടും, 2000 രൂപ ഇടും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ശേഷം ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ആ ഉമ്മാൻ്റെ കണ്ണീര് തുടയ്ക്കാൻ പഠിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്നതിലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്തത് നിങ്ങളുടെ കയ്യിൽ പറയാൻ പോകുന്നത്, ഇത് അവർ എഴുതി തന്നതാണ്. ഇതെല്ലാം നിങ്ങൾ തന്ന പൈസ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് തെളിവ് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇപ്പോൾ പറയുന്നത്. ഫെഡറൽ ബാങ്കിൽ ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് വീഡിയോ ഇട്ടപ്പോൾ 1,64,431 രൂപ, അതിൽ നിന്ന് 1 ലക്ഷം രൂപ അവർ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. കാനറ ബാങ്ക് അക്കൗണ്ട് കൊടുത്തതിൽ ഒന്നും 3,50,000 രൂപ ഹോസ്പിറ്റലിൽ കെട്ടി. അതായത് ഇപ്പോൾ ഉള്ളത് 24,96,845. ടുഡേ അക്കൗണ്ട് ബാലൻസ്, അതായത് ഈ 3.5 ലക്ഷം എടുത്തതിന് ശേഷമുള്ള അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 21,46,845. പിന്നെ ഇസാഫ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ 3,145, SBIയിൽ 69,856, CSB എന്ന് പറയുന്നതിൽ 44,739, കൊഡാക് എന്ന് പറഞ്ഞതിൽ 15,187, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 5,400. കാനറ ബാങ്കിൽ ബാലൻസ് 2 ലക്ഷം എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ആ കുട്ടീനോട്, അഫ്സീന എന്ന് പറഞ്ഞ ആളുടെ പെങ്ങളിനോട് ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എഴുതി അയച്ചു തരണം എന്ന് പറഞ്ഞാണ്. ആ അക്കൗണ്ടായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, എല്ലാം അവർ തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സഹായ സമിതി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ജോയിൻ്റ് അക്കൗണ്ടിൽ ഏറ്റവും അവസാനമുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 25,77,864 രൂപയാണ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഈ ഒരു സംഭവം ഞാൻ വീഡിയോൻ്റെ സൈഡിൽ ഇൻഷാല്ലാ വെക്കാം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൽ നിന്ന് എങ്ങനെയോ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ആർക്കെങ്കിലുമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമ്മളത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടോ അങ്ങനെ വേണമെങ്കിലും, അത്രയും വലുതൊന്നും പറ്റില്ല, ഏറ്റവും അവസാനത്തെ ഒരു സംഭവം വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ചേർത്ത് പിടിച്ചതിന്. പിന്നെ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ്. എങ്കിലും എനിക്കിപ്പോൾ ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നല്ല, ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ്. അൽഹംദുലില്ലാ, പഠിച്ചവനോട് ഒരുപാട് നന്ദി. ഇതിന് കൂട്ടുനിന്ന, ഷെയർ ചെയ്ത, ലൈക്ക് ചെയ്ത, കമൻറ്റ് ചെയ്ത, അങ്ങനെ ഓരോരുത്തർക്കും പ്രാർത്ഥിച്ച
എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ ഫാമിലീൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോ ആൾക്കാർക്കും അവരുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അതേപോലെ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ഇൻഷാ അല്ലാ ഇനി നമ്മുടെ നോർമൽ വീഡിയോസായിട്ട് നാളെ വരാം. ടാറ്റാ ബൈ ബൈ, സി യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.